ഗസയിൽ UN സമാധാന സേനയെ നിയോഗിക്കണമെന്ന് അറബ് ലീഗ് അഭിപ്രായപ്പെട്ടു. വടക്കൻ ഗസയിലും റഫയിലും ഇസ്രയേൽ ഹമാസ് പോരാട്ടത്തിൽ നിരവധി ആളുകൾ കൊല്ലപ്പെട്ടുവെന്ന വാർത്ത പശ്ചിമേഷ്യയിൽ നിന്ന് വരുന്നു. റഫ ആക്രമണം നിർത്തണമെന്ന് ദക്ഷിണാഫ്രിക്കയുടെ കേസിൽ അന്താരാഷ്ട്ര കോടതിയിൽ വാദം തുടങ്ങി. എന്തായാലും നമുക്ക് BP ജെയിംസ് നമുക്കൊപ്പം ചേരുകയാണ്. അദ്ദേഹത്തോട് ചോദിക്കാം വിശദാംശങ്ങൾ. ഗുഡ് മോർണിംഗ് BP ജെയിംസ്. ഗുഡ് മോർണിംഗ് SKN. ഹായ്. ഓക്കെ, ഞാൻ രാവിലെ മോർണിംഗ് ഷോയിൽ പറയായിരുന്നു BP ജെയിംസ് കോവാക്സിനാണ് എടുത്തത്, അതിനും ചില സൈഡ് പാർശ്വഫലങ്ങളുണ്ടെന്ന രീതിയിൽ വാർത്തകൾ വരുന്നു. BP ജെയിംസ് ഭയന്നു പോകുമോ എന്തോ എന്ന് ഞാൻ ആശങ്ക പ്രകടിപ്പിച്ചായിരുന്നു. ഈ കവിയുടെ ഇതുണ്ടല്ലോ, ദുരിതങ്ങൾ ചീറിപ്പതഞ്ഞു വന്നാലും എന്റെ എവറസ്റ്റിന്റെ നട്ടെല്ലുള്ള എന്റെ ആത്മാവ് കീഴടങ്ങില്ല എന്നൊരു കവി ഇതുണ്ട്. അതുകൊണ്ട് ഇത് നമ്മളെ കുറിച്ച് തന്നെയാണോ പറയുന്നത്? എന്തായാലും BP അത് കസറി കളഞ്ഞു. അപ്പൊ നമുക്ക് പശ്ചിമേഷ്യയിലെ റിപ്പോർട്ട് എന്താണ് BP? SKN വടക്കൻ ഗസയിലും അതുപോലെ തന്നെ അതിലെ ജബാലിയ ക്യാമ്പിലാണ് ഇസ്രായേൽ വലിയ രീതിയിൽ ബോംബാക്രമണം നടത്തുന്നത്. അവിടെ ഇസ്രായേലിൻ്റെ ടാങ്കുകൾ ഉരുളുന്നു. പക്ഷേ ഇസ്രായേലിൻ്റെ ടാങ്കുകൾക്ക് നേരെ ടാങ്ക് വേധക മിസൈലുകൾ ഉപയോഗിക്കുന്നുണ്ട് ഹമാസ്. അതുകൊണ്ട് തന്നെ ഇസ്രായേലിൻ്റെ 5 സൈനികർ ജബാലിയ ക്യാമ്പിന് സമീപം കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഹമാസിൻ്റെയും പ്രവർത്തകർ കൊല്ലപ്പെട്ടിരിക്കുന്നു. ഉഗ്രയുദ്ധമാണ് വടക്കൻ ഗസയിൽ. 7 മാസത്തിന് ശേഷമാണ് യുദ്ധം ഇത്രയും ശക്തമാവുന്നത്. അവിടെ മുഴുവൻ ക്ലിയർ ചെയ്തു, ഹമാസിനെ ഒഴിവാക്കി, വടക്കൻ ഗസ പിടിച്ചെടുത്തു എന്നാണ് 7 മാസത്തിനുള്ളിൽ അവർ നേരത്തെ പ്രഖ്യാപിച്ചത്. ഇപ്പോൾ വീണ്ടും അവിടെ ഹമാസ് റീഗ്രൂപ്പ് ചെയ്തിരിക്കുന്നു, അവർ വീണ്ടും പുനഃസംഘടിപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടെ ആക്രമണം അയച്ചുവിട്ടത്. അവിടെ ഒരുപാട് പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഒപ്പം തന്നെ റഫയിൽ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് ആക്രമണം വ്യാപിച്ചിരിക്കുന്നു, നിരവധി പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ യഥാർത്ഥ കണക്കുകൾ വരാനിരിക്കുന്നേ ഉള്ളൂ. ഒരു കാര്യം വളരെ വ്യക്തമാണ്, കൊല്ലപ്പെട്ടവരുടെ സംഖ്യ 35,000-ന് മീതെ 35,500-ൻ്റെ അടുത്തേക്ക് എത്തുന്നു എന്നൊക്കെയുള്ള വാർത്തകളാണ് അവിടെ നിന്ന് വരുന്നത്. അപ്പോൾ അതിനിടയിൽ SKN ഒരു വലിയ ഇടപെടൽ നടത്തിയിരിക്കുന്നത് അറബ് ലീഗാണ്. അറബ് ലീഗ് 60 ഇസ്ലാമിക രാജ്യങ്ങളുടെ കോൺഫെഡറേഷനാണ്. അവർ ബഹ്റിനിൽ യോഗം ചേർന്നിരുന്നു. അവരാവശ്യപ്പെട്ടിരിക്കുന്നത് ഗസയുടെ നിയന്ത്രണം UN പീസ് കീപ്പിംഗ് ഫോഴ്സിന്, സമാധാന സേനയ്ക്ക് നൽകണമെന്നാണ്. ഇവിടെ ഇപ്പം അതേ ചൊല്ലിയൊരു വാദം ഇസ്രായേൽ മന്ത്രിസഭയിൽ തന്നെ നടക്കുന്നു. ഇസ്രായേൽ പ്രധാനമന്ത്രി പറയുന്നത്, ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നു, ഞങ്ങൾ ഗസ വിട്ട് പോവില്ല, യുദ്ധം കഴിഞ്ഞാലും നിയന്ത്രണം ഇസ്രായേലിൻ്റെ കയ്യിലായിരിക്കും. അവിടുത്തെ യുദ്ധകാര്യമന്ത്രി പറയുന്നു, ഇസ്രായേൽ അവിടെ നിൽക്കേണ്ട കാര്യമില്ല, പാലസ്തീൻ്റെ ഏതെങ്കിലും ഒരു സംഘടനയെ, ഹമാസ് അല്ലാത്ത സംഘടനയെ ഏൽപ്പിക്കണം. അതിനിടയിലാണ് ഇപ്പോൾ അറബ് ലീഗ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നത്, പാലസ്തീൻ ഒരു രാജ്യം, ഇസ്രായേൽ വേറെ രാജ്യം എന്ന രീതിയിൽ 2 സ്റ്റേറ്റ് നേഷൻ തിയറി വരുന്നതുവരെ UN പീസ് കീപ്പിംഗ് ഫോഴ്സ് അവിടെ അധികാരം ഏറ്റെടുക്കണമെന്ന് അറബ് ലീഗ് ആവശ്യപ്പെട്ടിരിക്കുന്നു. അതിനിടെ ഇസ്രായേലിനെതിരെ കടുത്ത വിമർശനം ഉയർത്തിയ ദക്ഷിണാഫ്രിക്കയും ചില ആഫ്രിക്കൻ രാജ്യങ്ങളും അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ ഹേഗിൽ കേസ് കൊടുത്തിരുന്നു. അതിൻ്റെ വാദം തുടങ്ങി. ഇസ്രായേൽ അതിനെതിരെ തിരിച്ചടിച്ചിട്ടുണ്ട്. ഹമാസിൻ്റെ ലീഗൽ ആമാണ്, നിയമ കൈയാണ് ഈ തരത്തിൽ ഇസ്രായേലിന് എതിരെ വലിയൊരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. എന്തായാലും കോടതിയിൽ വാദം തുടങ്ങിയിരിക്കുന്ന SKN വല്ലാത്ത രീതിയിലേക്ക് യുദ്ധം മുന്നോട്ട് പോവുകയാണ്. PP വിജയൻ നമ്മുടെ സ്ഥിരം പ്രേക്ഷകൻ പറയുന്നു, ഈ യുദ്ധവാർത്തകൾ കേട്ട് മടുത്തു, PPയെ ബഹിരാകാശത്തേക്കോ മറ്റോ ഒന്ന് കയറ്റി വിടാൻ പറ്റുമോ SKN എന്ന് ചോദിച്ചു. അത് ഞാൻ എന്നെ പറഞ്ഞതാണ്, ബഹിരാകാശത്തേക്ക് പോകാൻ ഞാൻ തയ്യാറാണ്. എനിക്ക് തോന്നുന്നത് നമ്മുടെ അദ്ദേഹത്തിന്റെ കൂടെ പോകാം അല്ലേ? അല്ല, അവസാന കാലത്ത് വല്ല ചന്ദ്രനിലോ ചൊവ്വയിലൊക്കെ ജീവിക്കണം എന്നാണ് ആഗ്രഹം. അവിടെ സമാധാനം കൊടുക്കില്ലെന്ന് തീരുമാനിച്ചോ? ഓക്കെ BP, നമുക്ക് മറ്റൊരു കാര്യം, ഈ യുക്രൈൻ യുദ്ധത്തിൻ്റെ വളർച്ച കണ്ടിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ മോശപ്പെട്ട അവസ്ഥ കണ്ടിട്ട് മിക്കവാറും അണുവായുധ പ്രയോഗത്തിലേക്ക് കടക്കുമെന്ന് റഷ്യയും ചൈനയും ചേർന്ന് ഒരു അഭിപ്രായം പറഞ്ഞിരിക്കുന്നു. മാത്രമല്ല കാർക്കീവിൽ അവർ ആക്രമണം കൂട്ടിയിട്ടുമുണ്ട്. അമേരിക്ക തള്ളിക്കളയുന്നു. വല്ലാതെ അസ്വസ്ഥപ്പെടുത്തുന്നൊരു വാർത്തയാണ്. പ്രത്യേകിച്ച് റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ അദ്ദേഹം 5ാമത് പ്രസിഡന്റായ ശേഷം ആദ്യമായിട്ട് ചൈനയിലേക്ക് യാത്ര നടത്തുന്നു. ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻപിങ് ചുവപ്പ പരവതാനി വിരിച്ച് സ്വീകരിക്കുന്നു. ചൈന റഷ്യ അച്ചുതണ്ട് കൂടുതൽ ശക്തമായിരിക്കുന്നു. അമേരിക്കയ്ക്കും യൂറോപ്യൻ രാജ്യങ്ങൾക്കൊക്കെ ഭീഷണി മുഴക്കുന്ന ആ കൂട്ടുകെട്ട് ഒരുപക്ഷെ ഇന്ത്യക്കും അത്ര രുചികരമായിട്ടുള്ള കാര്യങ്ങളല്ല. കാരണം റഷ്യയാണ് ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ ആയുധം നൽകുന്നത്. അപ്പോൾ റഷ്യ പോയി ഇന്ത്യയുടെ ശത്രുവായിട്ടുള്ള ചൈനയുമായി ബാന്ധവത്തിലായാൽ ഇന്ത്യ ചൈന അതിർത്തിയിലെ തർക്കമൊക്കെ എന്താവും എന്നതിനെക്കുറിച്ചുള്ള ആശങ്കയുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ മണിക്കൂറുകളിൽ വരുന്നത് അവർ സംയുക്തമായിട്ട് പ്രസ്താവന ഇറക്കിയിരിക്കുന്നു. ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻപിങ്ങും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും. അവർ പറഞ്ഞിരിക്കുന്നത് ആണവായുദ്ധ യുദ്ധത്തിലേക്ക് യുക്രൈൻ പോകാൻ സാധ്യതയുണ്ട്. അടുത്ത ഫേസ് ആണവ യുദ്ധത്തിലാണ്. ഏതാണ്ട് ലോകത്തിലെ 50% ആണവായുധങ്ങൾ റഷ്യയുടെ കയ്യിലാണ്. പണ്ടത്തെ സോവിയറ്റ് യൂണിയനിലെ മുഴുവൻ ആയുധങ്ങൾ അവർക്കാണ് ലഭിച്ചിരിക്കുന്നത്. ഇവൻ യുക്രൈനിലുണ്ടായിരുന്ന അണുവായുധങ്ങൾ വരെ യെൽസിൻ ആ കാലഘട്ടത്തിൽ തിരിച്ചു വാങ്ങിയെടുത്തു. അപ്പോൾ എല്ലാ റിപ്പബ്ലിക്കുകളിലും ഉണ്ടായിരുന്ന
ആയുധങ്ങൾ മുഴുവൻ വാങ്ങിയെടുത്തിരിക്കുന്നത് റഷ്യയാണ്. അപ്പോൾ റഷ്യ ചൈനയുടെ കൂടെ ചേർന്ന് ആണവായുധ ഭീഷണി മുഴക്കിയാൽ അത് വല്ലാത്ത ആപത്താണ്. അതിനെതിരെ അമേരിക്ക രംഗത്ത് വന്നിട്ടുണ്ട്. അമേരിക്ക അത് പുച്ഛിച്ച് തള്ളുകയാണ്. ഇതൊക്കെ ഞങ്ങൾ പലതും കേട്ടിട്ടുണ്ട് എന്നുള്ള അർത്ഥത്തിൽ. പക്ഷെ അത് കുറച്ച് കാണുന്നില്ല. റഷ്യയും ചൈനയും തമ്മിലുള്ള ബാന്ധവം, പ്രത്യേകിച്ച് റഷ്യക്കെതിരെ വെസ്റ്റേൺ രാജ്യങ്ങൾ മുഴുവൻ ഉപരോധം ഏർപ്പെടുത്തിയപ്പോൾ റഷ്യൻ എണ്ണ വാങ്ങിയത് പ്രധാനമായിട്ടും ചൈനയാണ്, പിന്നെ ഇന്ത്യ രണ്ടിൻ്റെയും നടുവിൽ നിൽക്കുകയാണ്. അപ്പോൾ എന്തായാലും അതിനിടയിൽ എസ് കെ ചോദിച്ചതുപോലെ തന്നെ ഖാർക്കീവ് യുക്രൈനിലെ രണ്ടാമത്തെ വലിയ നഗരമാണ്. റഷ്യയിൽ നിന്ന് 30 കിലോമീറ്റർ ഉള്ളിലേക്ക് മാറിയ ആ നഗരം യുദ്ധം ആരംഭിച്ച് 2 വർഷം മുമ്പ് ഏതാണ്ട് പിടിച്ചടക്കിയതാണ് റഷ്യ. പക്ഷേ തിരിച്ചടിച്ച് യുക്രൈൻ തിരിച്ചു പിടിച്ചു. നമ്മുടെ ഇന്ത്യൻ വിദ്യാർത്ഥികൾ ഒരുപാട് അവിടെ ഉണ്ടായിരുന്നു ഖാർക്കീവിൽ. വളരെ കഷ്ടപ്പെട്ടാണ് അവർ ഇന്ത്യയിലേക്ക് രക്ഷപ്പെടുത്തി കൊണ്ടുവന്നത്. ആ ഖാർക്കീവാണ് ഇപ്പോൾ വീണ്ടും വലിയ രീതിയിൽ ആക്രമിക്കുന്നത് റഷ്യൻ മിസൈലുകളുടെ ഒരു വലിയ പ്രഹരം തന്നെ ഖാർക്കീവിൽ നടന്നു. നിരവധി കെട്ടിടങ്ങൾ തകർന്നു, നിരവധി പേർ കൊല്ലപ്പെട്ടു എന്ന വാർത്ത വരുന്നുണ്ട്. എന്തായാലും ഖാർക്കീവ് പിടിക്കുക, അതുവഴി ഖാർക്കീവിൽ നിന്ന് തലസ്ഥാന നഗരമായ കീവിലേക്ക് മാറുക എന്നുള്ള തരത്തിലാണ് കാര്യങ്ങൾ പോകുന്നത്. വ്ളാഡിമിർ സെലൻസ്കി ഉക്രൈൻ്റെ പ്രസിഡന്റ് അമേരിക്കയോടും യൂറോപ്യൻ രാജ്യങ്ങളോടും പറഞ്ഞത്, ഞങ്ങൾക്ക് പാട്രിയോട്ട് മിസൈൽ സംവിധാനം, ഇതിനെ ചെറുക്കുന്ന സംവിധാനം ഉടൻ തരണം, ഇല്ലെങ്കിൽ ഖാർക്കീവ് വീഴാനുള്ള സാധ്യത തള്ളിക്കളഞ്ഞുകൂടാ. റഷ്യ അതുപോലെ ആക്രമണം അയച്ചുപിടിക്കുകയാണ്. അപ്പോൾ റഷ്യൻ പ്രസിഡന്റ് ചൈനയിൽ പോയിരിക്കുന്നു. അതേസമയം തന്നെ ഉക്രൈൻ യുദ്ധം ശക്തമാവുന്നു. ഇത് കൊടുക്കുന്ന സൂചന ഇത് പിന്നോട്ടില്ല എന്ന് മാത്രമല്ല, ചൈനയിൽ നിന്ന് ആയുധങ്ങളുടെ കമ്പോണൻസ് ഒക്കെ മേടിച്ച് ഞങ്ങൾ കൂടുതൽ ശക്തമായിട്ട് ആക്രമിക്കുമെന്നുള്ള തരത്തിലുള്ള വാർത്തകൾ തന്നെയാണ് വരുന്നത്. എസ് കെ ഒരു കാര്യം കൂടി പെട്ടെന്ന് പി ജെയിംസ്, പാകിസ്ഥാനിലെ കാര്യമാണ്. അവിടെ ഇമ്രാൻഖാൻ അവിടുത്തെ സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചു. പക്ഷേ കുറേ കേസുകൾ കിടക്കുന്ന കാരണം അദ്ദേഹത്തിന് ജയിലിന് പുറത്തിറങ്ങാൻ കഴിയുന്നില്ല എന്ന രീതിയിൽ വാർത്ത വരുന്നുണ്ട്. എസ് കെ എൻ എപ്പോഴും വാർത്തകൾ നിറഞ്ഞു നിൽക്കുകയാണ്. ഇമ്രാൻഖാൻ ഏറ്റവും പ്രധാനമായിട്ടുള്ള എസ് കെ എൻ ഇമ്രാൻഖാനെ ഡൈ ചെയ്യുന്നില്ല. മുഴുവൻ വെളുത്ത മുടിയുമായി വെളുത്ത താടിയുമായി അദ്ദേഹത്തിൻ്റെ ചിത്രം വൈറലായിരിക്കുകയാണ്. അദ്ദേഹം ജയിലിൽ നിന്ന് വന്ന് സുപ്രീം കോടതിയിൽ വന്നതിൻ്റെ വാർത്തകളാണ്. അദ്ദേഹത്തിന് ജാമ്യം അനുവദിച്ചു. പക്ഷേ ഒരു കേസിൽ റിയൽ എസ്റ്റേറ്റുകാരൻ്റെ കയ്യിൽ നിന്ന് സമ്മാനം വാങ്ങി എന്നുള്ള കേസിലാണ് അദ്ദേഹത്തിന് ജാമ്യം അനുവദിച്ചത്. പക്ഷേ അദ്ദേഹം രാജ്യദ്രോഹ കുറ്റം ചെയ്തു, രാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തി, ഒരുപാട് ഗിഫ്റ്റുകൾ വാങ്ങിച്ചു തുടങ്ങിയിട്ടുള്ള മറ്റ് കേസുകളിൽ അദ്ദേഹം ഇപ്പോഴും ജയിലിൽ കഴിയാണ്. അദ്ദേഹത്തെ വിടാൻ അനുവദിക്കുന്നില്ല. അപ്പോൾ ആ തരത്തിലുള്ള പ്രശ്നങ്ങൾ നടക്കുമ്പോൾ തന്നെ എസ് കെ എൻ ഇന്ത്യ ഇവിടെ ചബഹാർ പോർട്ട് ഇറാനിൽ ഇന്ത്യ കരാർ ഒപ്പിട്ടതിൽ വലിയ രീതിയിലുള്ള ആശങ്കയിലാണ് പാകിസ്ഥാൻ. കാരണം പാകിസ്ഥാൻ അത് വലിയ വിനയാണ്. ഗ്വദ്വാർ പോർട്ട് പാകിസ്ഥാന് ചൈന നിർമ്മിച്ച് നൽകിയത് തൊട്ടടുത്താണ്. അവിടെ വലിയ ബിസിനസ് ഇല്ല. അപ്പോൾ ഈ ഇറാൻ്റെ ഇത് വരുന്നതോടുകൂടി ഇന്ത്യക്ക് അഫ്ഗാനിസ്ഥാനിലേക്ക് പാകിസ്ഥാനിൽ കൂടി അല്ലാതെ ചെല്ലാൻ പറ്റും, ബിസിനസ് കൂടും, ഇറാനുമായി യൂറോപ്പിലേക്ക് കടക്കാൻ പറ്റും. ഇത് ഈ ചബഹാർ പോർട്ട് ഏറ്റെടുത്തത് അമേരിക്ക വരെ എതിർത്തിരിക്കുന്നു. കാരണം ഇന്ത്യക്ക് ഒരു വലിയ അപ്പർ ഹാൻഡ് ഈ മേഖലയിൽ നൽകുന്നതാണ്. ചൈനയ്ക്കും പാകിസ്ഥാനും ഇത് ഇഷ്ടമായിട്ടില്ല. ഓക്കെ താങ്ക് യു പി ജെയിംസ്. ഇനി നമുക്ക് നാളെ ആവാം വിദേശ വാർത്തകൾ.